ഹൈ, ഈ പൂക്കളൊക്കെ നോക്കിയാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെയല്ലേ നമ്മൾ ചിരിക്കുമ്പോൾ ഭംഗി വേണോ? നമ്മുടെ പല്ല് നമ്മൾ തന്നെ കെയർ ചെയ്യണം. ചിരിക്കൂ ചിരിക്കൂ ചിരിച്ചുകൊണ്ടേയിരിക്കൂ. ചിരിയാണ് ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ്. ഇവിടെ ഇങ്ങനെ ഒരു സെൽഫി പോയിൻ്റ് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ അജയ് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതാണ്. അതുപോലെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരും. അത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. നമ്മുടെ ആരോഗ്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വന്നാൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് കിട്ടും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോയത് എൻ്റെ പല്ല് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു സെൽഫി പോയിൻറ്റും അതുപോലെ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ഞാൻ അജയ് കുമാർ കരിവള്ളൂർ, കേരള ഗവൺമെൻറ് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ്. ദന്താരോഗ്യത്തിൻ്റെയും വായുടെ ആരോഗ്യവും അതിൻ്റെ പ്രാധാന്യം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യവകുപ്പും വിവിധ NGO സംഘടനകളും ഒക്കെ തന്നെ മാർച്ച് മാസം വിപുലമായ ക്യാമ്പയിനുകളാണ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സെൽഫി പോയിൻ്റ് എന്ന നൂതനാശയം. ആ സെൽഫി പോയിൻ്റ് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കും ജീവനക്കാരും ഒക്കെ പങ്കെടുക്കുന്ന രീതിയിൽ 2 ആഴ്ചക്കാലം അതുവഴി ജനങ്ങൾ ഫോട്ടോ എടുക്കുകയും വായുടെ ആരോഗ്യം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി വലിയ പ്രചാരണമാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ഡോക്ടർ MK ഷാജ അവർകളാണ്. നിരവധി ആൾക്കാരാണ് ദന്തവിഭാഗത്തിലെത്തുന്ന 100 കണക്കിന് രോഗികളാണ് ഈ സെൽഫി പോയിന്റ് അവരുടെ ചിത്രം പകർത്തുകയും അവരുടെ വായുടെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം പൊതുസമൂഹവുമായി പങ്കുവെക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ദന്തക്ഷയം, മോണരോഗം, വദനാർബുദം ഒക്കെ തന്നെ നമ്മുടെ 90 ഈ ദന്തക്ഷയവും മോണരോഗവും നമ്മുടെ പൊതുജനസംഖ്യയുടെ 90% പേരിലും കാണപ്പെടുന്നു. വദനാർബുദം മൊത്തം ക്യാൻസറിൽ 30% വായിലെ അർബുദമാണ്. ദന്തരോഗങ്ങൾ ശരിയായ അളവിൽ സംരക്ഷിച്ചാൽ മാത്രമേ പൊതുവായ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി പറ്റൂ. ഈ വർഷത്തെ സന്ദേശം തന്നെ വായുടെ ആരോഗ്യം സന്തോഷകരമായി സംരക്ഷിച്ച് അതുവഴി പൊതു ആരോഗ്യവും സന്തോഷത്തോട് സംരക്ഷിക്കാമെന്നതാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായും ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പൊതുസമൂഹം വായുടെ ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ അവരും കൂടെ നല്ല ജാഗ്രത പാലിക്കണമെന്നാണ് കേരള ഗവൺമെൻറ് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്നതിൽ പറയാനുള്ളത്. മനുഷ്യ കുലത്തെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് ദന്തക്ഷയം അഥവാ പല്ലുപോട്. നമ്മൾ ഒരു ദിവസം തന്നെ 5 or 6 തവണ ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായും വായിൽ ദശലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ ഭക്ഷണാവശിഷ്ടവുമായി പ്രതിപ്രവർത്തിക്കുകയും അത് ദന്തക്ഷയം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാന രോഗമാണ് മോണരോഗം. പൊതുസമൂഹത്തിന് 90% പേരിലും കാണപ്പെടുന്ന രോഗമാണ് മോണരോഗം. പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ലഹരി, പുകയില, പാൻ മസാല, നമ്മുടെ അടക്കയുടെ അമിതോപയോഗമൊക്കെ തന്നെ വായിലെ ക്യാൻസർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തം ക്യാൻസറിൽ 30% പേരിലും വായിലെ ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ വദനാർബുദം കാണപ്പെടുന്നത്. ഇത്തരം രോഗങ്ങളൊക്കെ തന്നെ നമുക്ക് തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫലപ്രദമായ ചികിത്സ നൽകുന്നതിന് സാധിക്കും. നമ്മുടെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സയാണ് ലഭിക്കുന്നത്. കണ്ണൂരിൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രികളിൽ തന്നെ ഇത്തരം സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട ചികിത്സ നമുക്ക് ലഭ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ ഘട്ടത്തിൽ ദന്തരോഗങ്ങളൊക്കെ തന്നെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുക. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അമ്മമാർ ഗർഭാവസ്ഥയിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ ദന്താരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ശരിയായ ബ്രഷിംഗ് രീതി, ശാസ്ത്രീയമായ ബ്രഷിംഗ് രീതി, രാവിലെ ഭക്ഷണത്തിന് മുൻപും രാത്രി ഭക്ഷണത്തിന് ശേഷവും ശരിയായ ബ്രഷിംഗ് പരിപാലിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം ഡെന്റൽ ഫ്ലോസിംഗ്, പല്ലിയുടെ വൃത്തിയാക്കൽ നമ്മുടെ ജീവിതം ശരിയാക്കണം. നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഫാസ്റ്റ് ഫുഡാണ്. നമ്മുടെ ഫാസ്റ്റ് ഫുഡിന്റെ അമിതോപയോഗമാണ്. നമ്മുടെ അടുക്കളകളൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരം ഫാസ്റ്റ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സും നമ്മുടെ ദന്തക്ഷയം കൂട്ടുന്നതിന് വലിയൊരു ഘടകമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പച്ചക്കറികളും മലക്കറികളും അത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം 6 മാസത്തിൽ നമ്മുടെ സർക്കാർ ആതുരാലയങ്ങളിലൊക്കെ മെച്ചപ്പെട്ട ദന്ത ചികിത്സാ വിഭാഗങ്ങളുടെ അവിടെ ചികിത്സ തേടുന്ന ഏറ്റവും നന്നായിരിക്കും. വായുടെ രോഗങ്ങളൊക്കെ തന്നെ ദന്തക്ഷയവും മോണരോഗം തുടക്കത്തിൽ കണ്ടെത്തുകയും ആവശ്യമായ ചികിത്സ തേടുകയും ചെയ്യുക. പല്ലുകളുടെ ആരോഗ്യം പൊതുവായ ആരോഗ്യം ഹൃദ്രോഗവുമായിട്ടും ആമാശയ രോഗമായിട്ടും ത്വക്ക് രോഗവുമായിട്ടും അങ്ങനെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളുമായിട്ടും പല്ലുകളുടെ രോഗങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. തീർച്ചയായും പല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് കണക്കാക്കി ചെറിയ കുട്ടികൾക്ക് തന്നെ ഈ പല്ലുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പകർന്നു നൽകുന്നതിന് പൊതുസമൂഹം തയ്യാറാവണം. തീർച്ചയായും ഈ ദന്താരോഗ്യ ആശയങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിന് പങ്കുവെക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള മാമ്പൂവ്
അതിൻ്റെ യൂട്യൂബ് ചാനലിനും അതിൻ്റെ സംഘാടകർക്കും വിജയാശംസകൾ നേരുകയാണ്. തീർച്ചയായും ഇത്തരം പൊതുവിഷയങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ മാമ്പൂവ് ചാനൽ നടത്തുന്ന സേവനങ്ങൾ, ഈ വിഷയം മാത്രമല്ല പൊതു ആരോഗ്യ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഇത്തരം നവമാധ്യമങ്ങൾക്ക് മാമ്പൂവ് ചാനൽ എടുക്കുന്ന എഫേർട്ടിന് പ്രത്യേകിച്ച് അവരെ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു. ഈ പൂക്കളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. പൂക്കളിങ്ങനെ വിരിഞ്ഞ് ചിരിച്ച് നിൽക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയല്ലേ അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരാളുടെയും പല്ലുകളുടെ ആ ഒരു ഭംഗി. അത് സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് തീർച്ചയായിട്ടും. ഇവരും ഇതുപോലെ സെൽഫി എടുക്കാൻ കുഞ്ഞുള്ളത് കൊണ്ട് സെൽഫി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവർ എടുത്തു കൊടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഞാൻ കണ്ട്. ഇത് ഞാൻ കുറേ സമയം ഇതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. അങ്ങനെയല്ല, അവസാനമാണ് ഞാൻ ചോദിച്ചു, അജയകുമാർ കരിവള്ളൂരിനോട് ചോദിച്ചു എന്താണ് ഈ സംഭവം. അപ്പോഴാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നതും അതുപോലെ സമൂഹത്തോട് നിങ്ങളോടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഒന്നെല്ലാവരും ഫോളോ ചെയ്യാൻ നോക്കണം. പിന്നെ അവരും കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അവരും സെൽഫി എടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് എടുക്കണം തോന്നിയിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഞാനതങ്ങ് മറന്നുപോയി. കാരണം ഇവിടുത്തെ തിരക്കെല്ലാം ഒഴിയിട്ട് എന്നിങ്ങനെ വിചാരിച്ച് വെയിറ്റ് ചെയ്ത്, അപ്പോൾ പേഷ്യൻസിൻ്റെ എല്ലാം ആ ഒരു തിരക്കൊഴിഞ്ഞ് ഫ്രീ ആകുന്ന സമയത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഇതുകൊണ്ട് ഞാൻ കുറച്ച് മാറി ഇരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു. എന്തായാലും ആസ്വദിച്ച്. പിന്നെ ഈ പൂക്കൾ ചിരിക്കും പോലെ തന്നെ ചില കുട്ടികളുടെ പല്ലൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ചില കുട്ടികളെ ഈ മുട്ടായിയൊക്കെ കഴിച്ചിട്ട് പല്ല് ഒക്കെ പോയിട്ട് പണ്ട് ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു, ഈ മുട്ടായിയും മധുരമുള്ളതൊക്കെ കഴിച്ചാൽ പുഴു തിന്നും. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ പുഴു തിന്ന പല്ല് കാണാൻ തീരെ ഭംഗിയുണ്ടാവില്ല. ഇപ്പം വീണ്ടും അദ്ദേഹം അജയകുമാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും തീർച്ചയായിട്ടും ബ്രഷ് ചെയ്ത് പല്ല് നല്ല ക്ലീൻ ആക്കേണ്ടതാണ്. പല്ലില്ലെങ്കിൽ പോയില്ലേ, നമ്മളെ സൗന്ദര്യം പോയി. അതുപോലെ ഭക്ഷണം കഴിക്കാനും പറ്റില്ല. ഈ കപ്പിള് കുറേ അവർ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം നോക്കി. എന്തായാലും അവർ സെൽഫി എടുത്തിട്ടേ നിർത്തിയുള്ളൂ. നല്ലൊരു സ്റ്റൈലൻ ഫോട്ടോ ആയിരുന്നു ഇത്. തീർച്ചയായിട്ടും ഈ കാണുമ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. അതുപോലെ തന്നെ അവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്ന് മാറി നിന്നത്. അപ്പോൾ മറ്റുള്ളവരും ഇതേപോലെ തന്നെ വന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും എല്ലാ ആരോഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും തൽക്കാലം ഞാൻ ഇവിടുന്ന് വിട പറയുകയാണ്. ഓക്കെ.